നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. ലണ്ടൻ ഒന്റാരിയോ മലയാളി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന തിരുവോണമധുരം 2024 സെപ്റ്റംബർ 28 ശനിയാഴ്ച രാവിലെ 10 മുതൽ 4 മണി വരെ 941 വൈക്കൗണ്ട് റോഡിൽ വെച്ച് നടത്തപ്പെടും. ലോമ, ശ്രീമാൻ ശ്രീമതി, ശിങ്കാരിമേളം, നാടകം, ഓണസദ്യ, വിവിധയിനം കലാകായിക മത്സരങ്ങളടക്കം ഹൃദയഹാരിയായ ഒരു ആഘോഷ ദിനം ലോമ നിങ്ങൾക്കായി ഒരുക്കുന്നു. ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പ്രവീൺ വർക്കിയും കനേഡിയൻ എംപിമാരും കൗൺസിലർമാരും മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ $20 പ്രവേശന ഫീസ്. കുട്ടികൾക്ക് $15. ഈ ഓണം ലോമയോടൊപ്പം ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുക. കാനഡയിലെമ്പാടും വൈറലായ പോർഷ്യ മോഷണ കേസിലെ പ്രതിപിടിയിൽ പീൽ റീജിയണിൽ നിന്നുള്ള 18-കാരിയായ സാറ ബാർഷ എന്ന കൗമാരക്കാരിയാണ് പോലീസ് പിടിയിലായത്. ആഡംബര കാറുകൾ കവർച്ച ചെയ്യുന്ന സംഘത്തിലെ ഗ്ലാമർ താരമാണ് അറസ്റ്റിലായ സാറ ബാർഷ എന്ന് പോലീസ് അറിയിച്ചു. സാറ ബാർഷ അടക്കം 4 പേരാണ് പോർഷ്യ മോഷണ കേസിൽ ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത്. കാനഡയിലെ യൂക്കോണിന് മുകളിൽ US എയർഫോഴ്സ് F-22 വെടിവെച്ചിട്ട അജ്ഞാത വസ്തുവിന്റെ ചിത്രം പുറത്തുവന്നു. 2023 ഫെബ്രുവരിയിൽ കാനഡയുടെ യൂക്കോൺ പ്രദേശത്തിന് മുകളിലൂടെ US എയർഫോഴ്സ് F-22 വെടിവെച്ചിട്ട അജ്ഞാത വസ്തുവിന്റെ ഫോട്ടോയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റിയ നിഗൂഢമായ ആകാശ സംഭവങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാക്കിക്കൊണ്ട് കാനഡയിലെ ഒരു പ്രമുഖ ദിനപത്രമാണ് അജ്ഞാത വസ്തുവിന്റെ ഫോട്ടോ പുറത്തുവിട്ടിരിക്കുന്നത്. ചൈനയുടെ പിന്തുണയുള്ള സൈബർ ക്രിമിനൽസ് കാനഡയിൽ ഏകദേശം 10,000 ഉപകരണങ്ങൾ ഹൈജാക്ക് ചെയ്യുകയും ഗവൺമെന്റ്, യൂണിവേഴ്സിറ്റി, നിർണായക ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്കുകൾ എന്നിവ ഹൈജാക്ക് ചെയ്യാനും രഹസ്യ ഡാറ്റ മോഷ്ടിക്കാനും ഉപയോഗിച്ചതായി FBI. ഫ്ലാക്സ് ടൈഫോൺ എന്ന് വിളിക്കപ്പെടുന്ന ചൈനീസ് സർക്കാരിന്റെ പിന്തുണയുള്ള ഹാക്കർമാർ 20 രാജ്യങ്ങളിലായി 2,60,000 നിർണായക വിവരങ്ങൾ അടങ്ങുന്ന സൈറ്റുകളിൽ നുഴഞ്ഞുകയറുകയും ഡാറ്റ ഹാക്ക് ചെയ്തതായും FBI വെളിപ്പെടുത്തി. ഇതിൽ ഏകദേശം 9,200 കാനഡയിൽ നിന്നുമുള്ളതാണെന്ന് കനേഡിയൻ സെക്യൂരിറ്റി ആൻഡ് ഇന്റലിജൻസ് സർവീസ് വക്താവ് സ്ഥിരീകരിച്ചു. ലെബനോനിൽ നിന്നും ഒരു ഒഴിപ്പിക്കൽ ദൗത്യത്തിനായി തയ്യാറെടുത്ത കനേഡിയൻ എയർഫോഴ്സ് യുദ്ധം കനക്കുന്ന സാഹചര്യത്തിൽ സാധ്യമാകും വിധം വേഗത്തിൽ തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിക്കാൻ കാനഡ തയ്യാറാകുന്നതായി ഗ്ലോബൽ അഫയേഴ്സ് കാനഡ. ഓസ്ട്രേലിയയുമായി സഹകരിച്ച് സംയുക്തമായൊരു രക്ഷാദൗത്യമാണ് കാനഡ പ്ലാൻ ചെയ്യുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചാൽ രക്ഷാദൗത്യം ദുഷ്കരമാകുമെന്ന തിരിച്ചറിവാണ് എത്രയും വേഗം തങ്ങളുടെ പൗരന്മാരെ തിരികെ എത്തിക്കുക എന്ന തീവ്രയജ്ഞത്തിന് പിന്നിലെന്നും ഗ്ലോബൽ അഫയേഴ്സ് കാനഡ അറിയിച്ചു. ആഭ്യന്തര ഉൽപാദനത്തിലും GDPയിലും വളർച്ച രേഖപ്പെടുത്തിയ മാസമായിരുന്നു ജൂലൈ എന്ന് സ്റ്റാറ്റ്കാനിന്റെ റിപ്പോർട്ട്. ജൂലൈയിൽ യഥാർത്ഥ മൊത്ത ആഭ്യന്തര ഉൽപാദനം 0.2% വളർന്നുവെന്നും ഇത് ചില്ലറ വ്യാപാര മേഖലയിലെ ശക്തിയെ സഹായിച്ചതായും സ്റ്റാറ്റ്കാൻ റിപ്പോർട്ട് ചെയ്യുന്നു. വിദ്യാഭ്യാസ സേവനങ്ങൾ, ആരോഗ്യ പരിപാലനം, സാമൂഹിക സഹായം, പൊതുഭരണ മേഖലകൾ എന്നിവ ഉൾപ്പെടുന്ന പൊതുമേഖല മൊത്തത്തിൽ 0.3% നേട്ടമുണ്ടായപ്പോൾ ധനകാര്യ ഇൻഷുറൻസ് മേഖല 0.5% ഉയർന്നതായും റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. കര അധിനിവേശത്തിനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ലെബനനുമായുള്ള വടക്കൻ അതിർത്തിയിൽ അധിക ടാങ്കുകളും കവചിത വാഹനങ്ങളും വിന്യസിച്ച് ഇസ്രായേൽ. ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം തുടർന്നാൽ ഗാസയുടെ അതേ ഗതി ലെബനനും നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. അതിർത്തി കടന്നുള്ള റോക്കറ്റ് ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ഹിസ്ബുള്ളക്കെതിരെ പൂർണ്ണ ശക്തിയോടെ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. സംവിധായകൻ ശങ്കർ ചെയ്യുന്ന അടുത്ത ചിത്രത്തിലൂടെ സൂര്യയും വിക്രമും വീണ്ടും ഒന്നിക്കുന്നതായി റിപ്പോർട്ട്. തമിഴിലെ പ്രശസ്ത നോവൽ വീരയുഗ നായകൻ വേൽപ്പാരിയുടെ ചലച്ചിത്രാവിഷ്കാരത്തിലൂടെയാകും ഇരുവരും വീണ്ടും ഒന്നിക്കുക എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന റിപ്പോർട്ട്. ഇവ സ്ഥിരീകരിക്കപ്പെട്ടാൽ 21 വർഷത്തിനു ശേഷം വിക്രമും സൂര്യയും ഒന്നിക്കുന്ന ചിത്രമായി ശങ്കർ ചിത്രം മാറും. ബാല സംവിധാനം ചെയ്ത പിതാമകൻ എന്ന സിനിമയിലായിരുന്നു നേരത്തെ ഇരുവരും ഒന്നിച്ചഭിനയിച്ചത്. ഈ ചിത്രത്തിലെ അഭിനയത്തിന് വിക്രമിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൗസ് മിസിസാഗ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ് ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാപ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.